എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തൂർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സച്ചി രവീന്ദ്രനെ ഷോറൂമിൻ്റെ മുതലാളിയാക്കിയാണ്. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛാ നമുക്ക് രാവിലെ ഷോപ്പിലോട്ട് പോകണം. അച്ഛൻ പെട്ടെന്ന് റെഡിയാവാൻ പറയും. രവീന്ദ്രൻ പറയും, എടാ അത് വേണോ? ഇത്രയും ദിവസം അവനല്ലേ ഷോറൂമിൻ്റെ മുതലാളിയായിട്ട് ഇരുന്നത്, പെട്ടെന്ന് ഇനി അതിനൊരു മാറ്റമൊന്നും വേണ്ട. അച്ഛാ ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ അച്ഛൻ തന്നെ മുതലാളി ആവണമെന്ന്, അത് മറ്റൊന്നും കൊണ്ടല്ല, അവനിപ്പം തന്നെ മുതലാളി എന്ന് പറഞ്ഞ ഒരു ഭാവമുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ 30 ലക്ഷം രൂപ ഒരു പരിചയമില്ലാത്തൊരു വിശ്വനാഥന് കൊണ്ട് കൊടുത്ത്, അതിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇനി ഇതേ കണക്ക് അവനെ ഷോറൂമിൻ്റെ മുതലാളിയാക്കി ഇരുന്ന് അവൻ ഇതേ കണക്ക് ഓരോരോ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടും. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശില്ല, അതിങ്ങനെ അന്യായത്തിനെപ്പെട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് അച്ഛൻ ഇനി തൊട്ട് ഷോറൂമിൻ്റെ ഓണറായിട്ടിരിക്കുക, അവനെ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൻ്റെ മാനേജറാക്കാമെന്ന് പറയും. കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അച്ഛൻ നോക്കിയാൽ മതിയെന്ന് പറയും. അത് കേൾക്കുമ്പം നമ്മുടെ രവീന്ദ്രൻ പറയും, അത് ശരിയാണ്, ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ശ്രുതിക്ക് അബദ്ധങ്ങൾ തന്നെയാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ചന്ദ്ര അവിടെ നിൽക്കുകയാണ്. ചന്ദ്ര നീ വരുന്നില്ലയോ എന്ന് ചോദിക്കും. ഞാനങ്ങ് വരുന്നില്ല. ഓ അതെന്താ അമ്മയ്ക്ക് ഇപ്പോൾ വരാനൊരു വൈമനസ്സൊന്ന് സച്ചി ചോദിക്കും. ഓ ഇവൻ അച്ഛനോടുള്ള സ്നേഹം കൂടുതലൊണ്ടൊന്നും അല്ല രവിയേട്ടനെ ഷോറൂമിൻ്റെ മുതലാളിയാക്കാമെന്ന് പറഞ്ഞത്, എൻ്റെ ശ്രുതി അവമാനിക്കാൻ വേണ്ടിയാന്ന് പറയും. ഓ പിന്നെ അവനെ അവമാനിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇപ്പം അച്ഛനെ ഷോറൂമിൻ്റെ മുതലാളിയാക്കുന്നതെന്ന് പറയും. അപ്പം രേവതി പറയും, ശ്രുതിയേട്ടന് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല, അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ കാശല്ലേ, ആ കാശ് അച്ഛന് തന്നെ അർഹതപ്പെട്ടതാണ്, അതുകൊണ്ട് അച്ഛൻ അതിൻ്റെ മുതലാളിയായിട്ടിരിക്കണം. സച്ചിയുടെ മരണത്ത് എന്തോ തെറ്റെന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുകയാണ്. അപ്പം ചന്ദ്ര സൂക്ഷ്മമായിട്ട് ഇങ്ങനെ രേവതി നോക്കുന്നുണ്ട്. മതി ഇനി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയി റെഡിയാവാൻ പറയും. അങ്ങനെ അവരെല്ലാം റെഡിയാവുകയാണ്. പക്ഷേ അതിന് മുമ്പേ തന്നെ ശ്രുതിയും കൂടി ഷോറൂമിലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തും വർഷയും കൂടി ഷോറൂമിലോട്ട് വരും. അവരെ കാണുന്നതും ശ്രുതി ചോദിക്കും, ഇതെന്താ നിങ്ങൾ പതിവില്ലാതെ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാൻ വന്നതാണോ? ഞങ്ങളുടെ അടുത്ത് സച്ചിയേട്ടൻ പറഞ്ഞു രാവിലെ ഷോറൂമിലോട്ട് വരാൻ. അതെന്തിനാ? അതറിയത്തില്ല, ഇപ്പോൾ സച്ചിയേട്ടനും രേവതി ചേച്ചി എല്ലാം ഇങ്ങോട്ട് വരുമെന്ന് പറയും. അപ്പോഴത്തേക്കാണ് ആ സമയത്താണ് കണ്ണേറമ്മയുടെ ഫോട്ടോ അവിടെ വെച്ചേക്കുന്നത്. ആ ഫോട്ടോ എടുത്ത് ശ്രുതി അങ്ങ് മാറ്റുന്നതാണ്. എന്താ ശ്രുതി, ഈ ഫോട്ടോ നമ്മളുടെ മുമ്പ് വെച്ചിരുന്നില്ലേ? ഈ ഫോട്ടോ നല്ലതാണെന്ന് കരുതിയാണ് ഞാൻ വെച്ചിരുന്നത്, കണ്ണേറമ്മയ ദോഷങ്ങളൊക്കെ മാറും എന്ന് കരുതി. അതിന് ശേഷമാണ് 30 ലക്ഷം രൂപ കൊണ്ട് ചെന്ന് ആ വിശ്വനാഥന് കൊടുത്തത്. ഇപ്പം ആ കാശും പോയി. ഇപ്പം നമ്മുടെ ഷോറൂം തുടങ്ങിയതും എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഈ ഫോട്ടോ അവിടെ വെച്ചാൽ ശരിയാക്കും പറഞ്ഞുകൊണ്ട് കണ്ണേറമ്മയുടെ ഫോട്ടോ എടുത്തൊക്കെ മാറ്റി വെക്കുകയാണ്. അതിനുശേഷം രവീന്ദ്രനും ചന്ദ്രമതിയും എല്ലാവരും കൂടി ഷോറൂമിലോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ ഓണറുടെ കസേര ഇരിക്കുകയാണ്. എടാ നീ ആ കസേര എഴുന്നേറ്റേ. ഞാനെന്തിനെ കസേര എഴുന്നേക്കുന്നത്? ഞാനല്ലേ ഇതിൻ്റെ ഓണർ, നിൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതല്ലേ അച്ഛനാണ് ഇന്നോട്ട് ഈ ഷോറൂമിൻ്റെ ഓണർന്ന്, നീ എഴുന്നേക്കാൻ പറയും. അങ്ങനെ ശ്രുതി ഇങ്ങനെ പിടിച്ച് മാറ്റും. അങ്ങനെ സച്ചി പറയുമ്പോഴത്തേക്ക് ശ്രുതി എഴുന്നേറ്റങ്ങ് മാറുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛൻ ഇനി അങ്ങോട്ട് ഇരിക്കാൻ പറയും. അങ്ങനെ രവീന്ദ്രനെ കസേരയിലോട്ട് ഓണറുടെ കസേരയിലോട്ട് ഇരുത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മഹേഷ് കൊണ്ടുവരുന്ന പൂമാല എടുത്ത് അച്ഛൻ്റെ കഴുത്തിലിട്ട് കൊടുക്കും. ഒരു മാല പറഞ്ഞ് രേവതി അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുക. അമ്മയാണ് ഇന്ന് തൊട്ട് ഓണറുടെ വൈഫ്, ഒരു മുതലാളിയാണെന്ന് പറയും. അങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും എല്ലാ സ്റ്റാഫിനെയും വിളിക്കും. അതെന്തിനാ ഇപ്പോൾ സ്റ്റാഫിനെയൊക്കെ വിളിക്കുന്നത് ശ്രുതി ചോദിക്കും. അതെന്താ സ്റ്റാഫിനെ വിളിക്കേണ്ടത്? അറിയണ്ട ഇന്നോട്ട് ഈ ഷോറൂമിൻ്റെ മുതലാളി എൻ്റെ അച്ഛനാണെന്നുള്ളത്. ഉടനെ എല്ലാവരും അങ്ങോട്ട് വരികയാണ്. നിങ്ങളെല്ലാവരും കേൾക്കണം, ഇന്ന് തൊട്ട് എൻ്റെ അച്ഛനാണ് ഈ ഷോറൂമിൻ്റെ മുതലാളി. ഇത്രയും നാൾ നിങ്ങളുടെ മുതലാളിയായിട്ട് ഇരുന്ന ശ്രുതി ഇന്ന് തൊട്ട് ഈ ഷോറൂമിൻ്റെ മാനേജറാണെന്ന് പറയും. എടാ അതൊക്കെ എന്തിനാണ് നീ ഇപ്പോൾ ഇവരോട് പറഞ്ഞത്? പിന്നെ പറയണ്ടായോ? എല്ലാവരും എല്ലാം അറിയണ്ടായോ എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് അങ്ങ് നല്ല വിഷമവും സങ്കടമൊക്കെ വരും. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറയും, അത് ശരിയാ, മുതലാളിയായിരുന്ന ശ്രുതിയേട്ടൻ ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളിയും കാർ ഡ്രൈവറായിരുന്ന സച്ചിയേട്ടൻ ഇപ്പോൾ 2 കാറിൻ്റെ ഓണറുമാണെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് നാണക്കേടായിപ്പം ശ്രുതി അങ്ങ് പെട്ടെന്ന് ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ സമയത്താണ് സൂക്ഷ്മം പോലെ അവിടെ നമ്മുടെ അഭിലാഷ് സാർ വരുന്നത്. അഭിലാഷ് സാറിനെ കാണുമ്പോഴത്തേക്ക് ശ്രുതിക്ക് അങ്ങ് ടെൻഷൻ കയറും. ഷോപ്പിൻ്റെ ഓണറാന്നൊക്കെ പറഞ്ഞില്ലേ ഡീലർഷിപ്പൊക്കെ മേടിച്ചത്. അപ്പോഴത്തേക്ക് കൂടി വന്നിട്ട് സച്ചി എടുത്ത് പറയും, അച്ഛാ സച്ചി അവിടെ നിൽക്കുകയാണ്. അച്ഛാ എന്തുവാടാ അത്? അച്ഛാ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക, അഭിലാഷ് സാറ് വരുന്നുണ്ട്. അഭിലാഷ് സാറിൻ്റെ അടുത്ത് ഞാൻ ഷോറൂമിൻ്റെ മുതലാളിയാണെന്ന് പറഞ്ഞതെന്ന് പറയും. ഉടനെ സച്ചി പറയും, പറ്റത്തില്ല, എൻ്റെ അച്ഛൻ തന്നെ ഈ ഷോറൂമിൻ്റെ ഓണർ, അച്ഛൻ അവിടെ ഇരിക്കുമെന്ന് പറയും. എടാ പ്ലീസ് അല്ല, കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ ഇവിടെ നിന്നിരിക്കട്ടെ. അത് പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് അഭിലാഷ് സാറിന് അകത്തോട്ട് കയറി വരികയാണ്. ഉടനെ ചോദിക്കും, ഇതെന്തു പറ്റി, പതിവില്ലാതെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് രവീന്ദ്രനൊക്കെ അങ്ങോട്ട് വരും. സാറേ നമസ്കാരം. നമസ്കാരം, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് സച്ചിയെ കണ്ടതിൽ എന്ന് പറയും. ഞങ്ങൾ സച്ചി അങ്ങ് ചിരിക്കുകയാണ്. എന്താ വിശേഷം? അപ്പോൾ രവീന്ദ്രൻ പറയും, വിശേഷമൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് നല്ല ടെൻഷനാണ്. ഞങ്ങൾ വെറുതെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് കരുതി. നല്ല ഫാമിലിയാണല്ലോ, നല്ല ഈശ്വരവിശ്വാസവും നല്ല ഒത്തൊരുമയൊക്കെ ഉള്ളൊരു ഫാമിലിയിലുള്ളൊരു കുട്ടിക്ക് തന്നെ എനിക്ക് ഡീലർഷിപ്പ് കൊടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ടെന്നൊക്കെ
നമ്മുടെ സുധി നോക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്. ആ സമയത്ത് അവരെല്ലാവരും സംസാരിക്കുകയാണ്. ആ സമയത്ത് പുറത്തുനിന്നൊരു ബഹളം കേൾക്കും. ഉടനെ അത് സുധിക്ക് സബ് ഡീലർഷിപ്പ് കൊടുത്ത കുറച്ച് ആൾക്കാരാണ്. അവരെല്ലാവരും കൂടി അങ്ങ് അകത്തോട്ട് കയറി വരികയാണ്. ഉടനെ ചോദിക്കും, എന്താ അത് എടോ, എത്ര തവണ ഞങ്ങൾ തന്നെ ഫോൺ വിളിച്ചു, താൻ എന്താ ഫോൺ എടുക്കാത്ത? ഞങ്ങൾ എല്ലാവരുടെ കയ്യിൽ നിന്നും താൻ കാശ് മേടിച്ച് ഞങ്ങൾക്ക് എന്താ താൻ പ്രൊഡക്റ്റ് തരാത്തെന്ന് ചോദിക്കും. ആ സമയത്ത് അഭിലാഷ് ചോദിക്കും, എന്താ അവിടെ ബഹളം എന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷ് സാറും രവീന്ദ്രനും എല്ലാം അങ്ങോട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ഇവരും എല്ലാവരോടും സംസാരം. സുധി പറയും, പ്ലീസ് ഞാൻ നിങ്ങൾക്ക് സാധനം എത്തിച്ച് തരാം. എന്താ സുധി ഇവിടെ പ്രശ്നം? ആ സാറേ ഒന്നുമില്ലെന്നോ സാറേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇയാൾ സബ് ഡീലർഷിപ്പ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം ഇയാൾ പൈസ മേടിച്ചിട്ട് ഇത്രയും ദിവസമാണ് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് തന്നിട്ടില്ല. ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല, കാര്യങ്ങൾ സംസാരിക്കത്തില്ലെന്ന് പറയും. ഉടനെ ചോദിക്കും, അത് എൻ്റെ പ്രോഡക്റ്റ് ജപ്പാനിൽ നിന്ന് വന്നില്ല, കുറച്ച് ഡിലേ ആവും, അതുകൊണ്ടാണ്. വന്നാൽ ഉടനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തിച്ച് തരാമെന്ന് പറഞ്ഞ് അവരെല്ലാം അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പോഴത്തേക്ക് തിരിച്ചു നിന്നിട്ട് അഭിലാഷ് ചോദിക്കും, എന്തൊക്കെയാണ് സുധി ഈ നടക്കുന്നത്? താൻ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോ? താൻ അവരുടെ നിന്ന് പൈസ മേടിച്ച കാര്യം എന്തുകൊണ്ടാണ് താൻ എൻ്റെ അടുത്ത് പറയായിരുന്നത്? എനിക്ക് ഞാൻ പ്രൊഡക്റ്റ് തനിക്ക് അയച്ചു തരുന്നില്ലായിരുന്നു. താൻ അഡ്വാൻസ് കൈപ്പറ്റിയ കാര്യം എന്തുകൊണ്ടാണ് മറച്ചു വെച്ചതെന്ന് ചോദിക്കും. ഉടനെ ശ്രുതിക്കും ഉത്തരവില്ല അവിടെ പറയാൻ. അപ്പോഴത്തേക്ക് ശ്രുതി നിന്നങ്ങ് വേർക്കുകയാണ്. എന്താ ശ്രുതി, താനൊരു ചെറുപ്പക്കാരനാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, എന്താ കരുതിയില്ലേ ഞാൻ തനിക്ക് ഡീലർഷിപ്പ് തന്നത്? എത്ര പേര് എൻ്റെ പുറകെ നടന്നതെന്ന് അറിയാവോ? എന്നിട്ട് ഞാൻ തന്നെ വിശ്വസിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ താൻ എന്തിനാ എന്നോട് ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചെന്ന് ചോദിക്കും. പൈസ കിട്ടിയ കാര്യം താൻ എന്നോടൊന്ന് പറയുകയെങ്കിലും ചെയ്യേണ്ടായിരുന്നു ചോദിക്കും. ഉടനെ നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട്, സാറേ അവൻ ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചതിൽ പറ്റിക്കപ്പെട്ട് നിൽക്കുകയെന്ന് പറയും. വീട് പേടിച്ചോ? ഉടനെ സച്ചി പറയും, ഞാൻ പറയാം അച്ഛാന്ന് പറയും. ഉടനെ പറയും, സാറേ ഇവനിപ്പം 3 കോടി രൂപയുടെ ഒരു ബംഗ്ലാവ് മേടിച്ച് പറ്റിക്കപ്പെട്ട്. 3 കോടി രൂപയുടെ ബംഗ്ലാവോ? താൻ എന്തൊക്കെയാണ് സുധി കാണിച്ചു വെച്ചിരിക്കുന്നത്? താനിപ്പോൾ അങ്ങോട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുമ്പ് തന്നെ താൻ 3 കോടി രൂപയുടെ ബംഗ്ലാവ് മേടിച്ചെന്നോ? തന്നെ കണക്കുള്ള ബിഗിനേഴ്സൊക്കെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യേണ്ടത്. ഞാൻ വർഷങ്ങൾ തൊട്ട് ഞാൻ ബിസിനസ് ചെയ്യാം. ഞാൻ ഇപ്പോഴാണ് ഒരു ഫ്ലാറ്റ് മേടിച്ചത്. താൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 3 കോടി രൂപയുടെ ബംഗ്ലാവ് മേടിച്ചോ? ആഗ്രഹങ്ങളാവാം, പക്ഷേ ഇതൊരു അത്യാഗ്രഹമായി പോയില്ലെന്ന് ചോദിക്കും. സാറേ അതിൻ്റെ പേര് അവന് 30 ലക്ഷം രൂപ ലോസ് സംഭവിച്ചിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ വിശ്വനാഥ് എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ച് പൈസ മേടിക്കുമെന്ന് പറയും. ഉടനെ കണ്ടോളൂ തൻ്റെ ചേട്ടൻ്റെ സ്നേഹം, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അയാൾ തനിക്ക് വേണ്ടി ഇത്ര സപ്പോർട്ട് സംസാരിക്കുന്നു. ഈ ഒരു ഫാമിലിയുടെ ഒത്തൊരുമ, ഒരു ഐക്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തനിക്ക് ഡീലർഷിപ്പ് തന്നത്. അന്നും എന്തൊക്കെ സംഭവങ്ങളുണ്ടായി, അതുകൊണ്ട് സച്ചിയുടെ ഒരൊറ്റ പെരുമാറ്റം കൊണ്ടാണ് ഞാൻ തനിക്ക് മാത്രം ആ ഡീലർഷിപ്പ് തരാൻ തയ്യാറായെന്നൊക്കെ പറയും. ഉടനെ സച്ചി പറയും, സാറേ അവന് കൊടുത്ത ഡീലർഷിപ്പ് സാർ എന്തായാലും ക്യാൻസൽ ചെയ്യരുത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ കാശ് മേടിച്ച് 30 ലക്ഷം രൂപ അവന് കൊടുക്കും. അവൻ സബ് ഡീലേഴ്സിൻ്റെ നിന്ന് കാശ് മേടിച്ച് ആ വീട് മേടിക്കാനായിട്ട് അയക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് സാർ അവന് ഡീലർഷിപ്പ് കൊടുക്കാതിരിക്കാതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് അപേക്ഷിക്കുകയാണ്. ശരി, സച്ചിയെ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം പിന്നെയും തനിക്കൊരു അവസരം കൂടി തരുന്നത്. ഇനി മേലിൽ ഒരു കള്ളത്തരം താൻ കാണിക്കരുത്. ഇനി എന്തെങ്കിലും തൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ ഞാൻ തനിക്ക് തരാമെന്ന് പറഞ്ഞ ഡീലർഷിപ്പ് കട്ട് ചെയ്യുകയും ചെയ്യും. തനിക്ക് ഒരു മനുഷ്യരും ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ ആക്കുമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കുകയാണ്. അതിനുശേഷം അഭിലാഷ് സാർ അങ്ങ് തിരിച്ചു പോകും. നമ്മുടെ ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്തിൽ സച്ചി അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ സുധി അവിടെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത്, എടാ നീ എന്താ ഷോറൂമിൽ പോകാതെ നിൽക്കുന്നത്? നീ മുമ്പത്തെ കണക്ക് മുതലാളിയല്ല, അവിടുത്തെ ഒരു സ്റ്റാഫാണ്. കറക്റ്റ് സമയത്ത് ജോലിക്ക് വേണമെങ്കിൽ നിനക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. എന്താടാ ഇങ്ങനെ താങ്ങിയും തൂങ്ങിയൊക്കെ നിൽക്കുന്നത്? ജോലിക്ക് പോടാ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ചന്ദ്രമതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരും. ചന്ദ്ര ചാടിയും എഴുതി ചോദിക്കും, എടാ നീ എന്തോ കുറച്ച് നേരം കൊണ്ട് അവനായിട്ടങ്ങ് ഭരിക്കുകയാണല്ലോ, ഒരുമാതിരി ഒരു തീരെ വിലയില്ലാത്ത കണക്ക്. അവനെ ഷോറൂമിൻ്റെ മുതലാളിയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ അവനെ ഷോറൂമിൻ്റെ മുതലാളി സ്ഥാനത്ത് നിന്ന് മാറ്റി നിൻ്റെ അച്ഛനെ നിയമിച്ചത് നിനക്ക് അച്ഛനോട് സ്നേഹക്കൂടുണ്ടെന്നല്ലോ, അവനെ ഇട്ട് കളിയാക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിക്കും. പിന്നെ കളിയാക്കാൻ? അച്ഛനെ ഷോറൂമിൻ്റെ മുതലാളിയാക്കിയത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പറയും. ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയും, അവൻ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചന്ദ്രൻ ഉദ്ദേശിച്ചത്. അവൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം, രവിയേട്ടൻ കൂടുതൽ അവനെ സപ്പോർട്ട് സംസാരിക്കേണ്ടെന്ന് പറയും. ഉടനെ നമ്മുടെ ശ്രുതി ഇങ്ങോട്ടോട്ട് പറയും, എനിക്ക് ഇവനെ നല്ല സംശയമുണ്ട് അമ്മേ. കാരണം ഇത്രയും നാൾ അഭിലാഷ് സാർ ഷോറൂമിലോട്ട് വന്നിട്ടില്ല. ആ അഭിലാഷ് സാർ പതിവില്ലാത്ത കണക്ക് ഇന്ന് ഷോറൂമിലോട്ട് വന്നത് തന്നെ ഇവൻ ചെന്ന് പറഞ്ഞിട്ടാണ് ഈ സംശയം ഉണ്ടെന്ന് പറയും. പിന്നെ എനിക്കതിലെ ജോലി അഭിലാഷ് സാറിനെ ഉള്ളിടത്ത് അഭിലാഷ് സാറിനെ കണ്ടുപിടിച്ച് ഷോറൂമിൽ വന്ന് നീ മുതലാളിയല്ലെന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ സ്വഭാവമൊന്നും ഇല്ലെന്ന് പറയും. ഉടനെ നമ്മുടെ രേവതി പറയും, അതെ സച്ചേട്ടൻ അങ്ങനെ സ്വഭാവമൊന്നുമില്ല, സച്ചേട്ടന് ഒരിക്കലും ആർക്കും ദ്രോഹം ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ലെന്ന് പറയും. ഉടനെ നമ്മുടെ ശ്രുതി പറയും, രേവതി അങ്ങനെ സംസാരിക്കേണ്ട, ഇത്രയും നാളും ഷോറൂമിൽ വരാതിരുന്ന ആളിപ്പോൾ വന്നതുകൊണ്ടാണ് ശ്രുതി അങ്ങനെ ഒരു സംശയം പറഞ്ഞതെന്ന് പറയും. ഉടനെ വർഷം ഇങ്ങോട്ട് പറയും, ചേച്ചി എന്തിനാ ഏത് ചേച്ചി തട്ടിക്കയറുന്നത്? നിങ്ങളുടെ ഭർത്താവ് ചെയ്തതല്ലേ തെറ്റ്? നിങ്ങളുടെ ഹസ്ബൻഡ് കാശ് കിട്ടിയ കാര്യം മറച്ചു വെച്ചു. എന്നിട്ട് എല്ലാ തെറ്റും ഇപ്പം എല്ലാ തെറ്റും സച്ചേട്ടൻ രേവതിയുടെ പേരിൽ നിങ്ങൾ പഴിചാറേണ്ട കാര്യം എന്തോ ഇരിക്കുന്നത്? അപ്പോൾ ശ്രീകാന്ത് പറയും, സച്ചേട്ടൻ സബ് ഡീലേഴ്സിൻ്റെ ഇത് കാശ് മേടിച്ചിട്ട് വിശ്വനാഥന് 30 ലക്ഷം രൂപ കൊടുത്തത്. അവർക്ക് സമയത്ത് പ്രൊഡക്റ്റ് എത്തിച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഷോറൂമിൽ വന്ന് ബഹളം വെച്ചത്. അതിൻ്റെ പേരിലാണ് അഭിലാഷ് സാറ് സുധേഷിനോട് ദേഷ്യപ്പെട്ടത്. അതിന് സച്ചേട്ടൻ രേവതി ചേച്ചി എന്തോ ചെയ്തതെന്ന് നോക്കും. ഉടനെ രേവതി പറയും,
ഇതൊന്നും ആരും പണ്ട് കാര്യമില്ല ശ്രീകാന്തേ. ഇന്നും നീ ഒരുത്തൻ കാരണമാണ് ഇന്നും ആ ഷോറൂം ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് നമ്മുടെ ചന്ദ്രമതി പറയും. ഞാനെന്ത് ചെയ്ത്? നീ ഷോറൂമിൽ വന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ മോനെ ആക്ഷേപിച്ചില്ലയോ? നീ എന്തെല്ലാം പറഞ്ഞ അഭിലാഷാൻ്റെ മുമ്പിൽ വെച്ച് എല്ലാവരുടെ മുമ്പിൽ മുതലാളിയായിട്ട് നീ എൻ്റെ മോൻ നാണം കിട്ടില്ലെന്ന് നോക്കും. ഉടനെ നമ്മുടെ രേവതി പറയും, അമ്മ അങ്ങനെ സംസാരിക്കേണ്ട. ഇന്ന് സച്ചിയേട്ടൻ ഷോറൂമിൽ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ അമ്മയുടെ മകന് കൊടുക്കുന്ന ഡീലർഷിപ്പ് അത് കട്ടായി പോകണമെന്ന് പറയും. എന്തുകൊണ്ട് നീ സംസാരിച്ചത്? അതെ, അന്നും എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. അന്നത്തെ ദിവസം സച്ചിനെ കണ്ടുകൊണ്ട് മാത്രമാണ് അഭിലാഷ് സാർ അന്ന് ഡീലർഷിപ്പ് കൊടുക്കാൻ തയ്യാറായത്. അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വർഷയും പറയും അത് ശരിയാണ്. അന്ന് എല്ലാവരെയും പ്രച്ഛന്ന വേഷം കെട്ടിച്ച് എല്ലാവരും വലിയ കാശുകാരാന്ന് പറഞ്ഞു. അവസാനം സച്ചിയേട്ടൻ എല്ലാവരും സാധാരണക്കാരാന്ന് പറഞ്ഞ് ആ സമയത്തും സച്ചിയേട്ടൻ്റെ ഒരൊറ്റ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് സുധിയേട്ടന് അന്നും ഡീലർഷിപ്പ് കിട്ടാൻ കാരണമായത്. അത് ശരിയാണെന്ന് നമ്മുടെ രവിയും പറയും. മതി, ഇനി സംഭവങ്ങളതെല്ലാം സംഭവിച്ചു, ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി എത്രയും പെട്ടെന്ന് സുധി ആ വിശ്വനാഥിന് കൊടുത്ത് 30 ലക്ഷം രൂപ നമുക്ക് തിരികെ കൈപ്പറ്റണം. അത് അവന് തിരിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ സബ് ഡീലേഴ്സിന് നമുക്ക് പ്രൊഡക്റ്റ് എത്തിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സച്ചി എത്രയും പെട്ടെന്ന് തന്നെ നീ ആ വിശ്വനാഥിനെ കണ്ടുപിടിക്കാനായിട്ട് അവനെ സഹായിക്കണമെന്ന് പറയും. ശരി എന്ന് പറയും. ശരി എങ്കിൽ എല്ലാവരും പോകാൻ പറയും. അങ്ങനെ അവിടംബനാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. ഇനി സച്ചിയാണ് ഇനി നമ്മുടെ വിശ്വനാഥിനെ അന്വേഷിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥകളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.